ഹലോ, ഇതൊരു സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് മൊത്തത്തിലൊരു ക്ലീനിങ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. കാരണം കമൻറ്റ് ബോക്സിൽ എപ്പോഴും കാണുന്ന ഒരു കമൻറ്റാണ്, ചേച്ചി ഡീപ്പ് ക്ലീനിങ്ങിന് വീഡിയോ ചെയ്യുമോ, ഡീപ്പ് ക്ലീൻ വീഡിയോ ചെയ്യുമോ എന്നുള്ള കമൻറ്റ്സ്. അപ്പോൾ എന്തായാലും ഇന്ന് സൺഡേ ഇരിക്കുകയല്ലേ, അപ്പോൾ എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം പുറത്തെ കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല മഴ ചെയ്തുകൊണ്ട്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അകത്ത് നിന്ന് ഡീപ്പ് ക്ലീൻ അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ നമുക്കൊരു എന്തായാലും എല്ലാവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇപ്പോൾ ഡസ്റ്റ് അലർജി ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മളൊരു മാസ്കൊക്കെ വെച്ച് ഇങ്ങനത്തെ പരിപാടിക്ക് ഇറങ്ങുന്നതായിരിക്കും എപ്പോഴും സേഫ്. എന്തായാലും ഒരു മാസ്ക്, ഇപ്പം നോർമലി സർജിക്കൽ മാസ്ക് അല്ലെങ്കിൽ നമുക്ക് ടവല് കെട്ടിയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു മാസ്ക് വെച്ച് നമ്മൾ ഇതിനകത്ത് ഇറങ്ങിത്തിരിക്കണം. അല്ലെങ്കിൽ ഡസ്റ്റ് പെട്ടെന്ന് നമുക്ക് നമ്മുടെ മൂക്കിലേക്ക് അടിച്ച് കയറി മറ്റ് പ്രോബ്ലംസ് ഉണ്ടാകും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഡീപ്പ് ക്ലീൻ ഉപയോഗിക്കാനായിട്ട് ഇതുപോലെ ഒരു കർച്ചീഫ് വേണം. ആ കർച്ചീഫിൽ നമ്മൾ സ്മെല്ലുള്ള എന്തെങ്കിലും ഒരു ലിക്വിഡ് അതിനകത്ത് അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. എസ്പെഷ്യലി നമുക്ക് കംഫർട്ടില്ലേ, തുണികളിൽ മുക്കണ കംഫർട്ട്, അല്ലെങ്കിൽ നമ്മൾ ഫിനോള്, അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഒരുമിച്ച് ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ ലിക്വിഡ് എപ്പോഴും തയ്യാറാക്കി വെക്കുക. അത് നമ്മൾ എന്തായാലും ആ കർച്ചീഫിൽ നമ്മളത് അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മൾ ഇങ്ങനത്തെ ക്ലീനിങ് ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുക. കാരണം കബോർഡ്സും അതൊക്കെ നമ്മൾ വെറുതെ തുണിയിട്ടിട്ട് അങ്ങനെ തുടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മെല്ല് അതിനകത്ത് ഇങ്ങനെ തങ്ങി നിൽക്കും. പൊതുവേ മഴയാണല്ലോ അപ്പോൾ നമ്മൾ ആ ഈർപ്പം വീണ്ടും തങ്ങി നിൽക്കുമ്പോൾ സ്മെല്ല് വീണ്ടും ബോറായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ലിക്വിഡുകൾ തുണിയിൽ ഉപയോഗിച്ച് തുടയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മളെപ്പോഴും ക്ലീനിങ്ങിൽ എടുക്കുമ്പോൾ മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്ത്സ് മാത്രം എടുക്കുക കേട്ടോ. ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ ക്ലോത്ത്സാണ്. ഇത് ഫ്ലിപ്കാർട്ടിലും മീഷോയിലൊക്കെ വെറും ചീപ്പ് റേറ്റേ ഉള്ളൂ. ഇനി അഥവാ അതിൽ വാങ്ങിക്കിട്ടില്ലെങ്കിൽ നിയർ ബൈ ഷോപ്പുകളിലൊക്കെ ഇത് കിട്ടും. വെറും ചീപ്പ് റേറ്റ് ചെയ്യുന്നുള്ളൂ. 3-4 ഒക്കെ സെറ്റായിട്ട് വരുന്നതാണ് മൈക്രോ ഫൈബർ ക്ലോത്ത്സ്. പല പല കളറുകളിൽ അവൈലബിൾ ആണ്. അത് ഇട്ട് തുടയ്ക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലതായിരിക്കും. നല്ല നമ്മൾ വേറെ തുണികൾ എടുത്ത് തുടയ്ക്കണത് നല്ലത്. ഇങ്ങനത്തെ സാധനങ്ങൾ ഇപ്പോൾ ജനലേമുടയിലും കബോർഡിലും ആ കർട്ടൻസ്മൊക്കെ ആയിട്ട് തുടയ്ക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ ചില ടിപ്സുകളായിട്ട് പറഞ്ഞത് ക്ലീനിങ്ങിൻ്റെയൊക്കെ. നമ്മൾ വർക്കിംഗ് മോംസൊക്കെ സാധാരണ, ഞാനൊരു വർക്കിംഗ് മോമാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമുക്ക് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ ആഴ്ചയിലും പറ്റുന്നില്ല, ചിലപ്പോൾ 2 ആഴ്ച കൂടുമ്പോഴേക്കായിരിക്കും നമുക്ക് പറ്റിയെന്ന് വരുള്ളൂ. എനിക്കങ്ങനെ ആഴ്ചയിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞാൻ പരമാവധി എങ്ങനെയെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കും. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ മാത്രമേ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷേ ആഴ്ചയിൽ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇതൊക്കെ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു കണക്കിന് അങ്ങനെ റൂമിൽ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ക്ലോത്ത് തുടച്ചെടുക്കുക. പിന്നെ അങ്ങനത്തെ സ്ട്രിങ് കർട്ടൻസ് ഇല്ലേ, നമ്മൾ ബ്ലൈൻഡ്സോ എന്തോ അതിനെ പറയുന്നത്, അതൊക്കെ തുണി ഉപയോഗിച്ച് അങ്ങനെ ഡെയിലി അങ്ങനെ തുടയ്ക്കാൻ അതെന്തോ ദ്രവിച്ച് പോകും, അങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളത് ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ വാക്യൂം ക്ലീനർ വെച്ച് അതിൻ്റെ പൊടിയൊന്ന് വലിച്ചെടുത്താൽ മതി. ഞാൻ ആ വാക്യൂം ക്ലീനറൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ ഈ ക്ലോത്ത്സ് വെച്ച് തുടച്ചെടുക്കാറേ ഉള്ളൂ. പിന്നെ ഇതുപോലെ നമ്മൾ ആഴ്ചയിൽ, അല്ലെങ്കിൽ ഡസ്റ്റ് അലർജിയുള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ 2 എന്നൊക്കെ പറഞ്ഞാൽ 2 പ്രാവശ്യം ദിവസങ്ങളിൽ നമ്മൾ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ പൊതുവേ കുട്ടികളിൽ കാണുന്ന ഒരു അസുഖമാണല്ലോ ഈ ഡസ്റ്റ് അലർജിയും തുമ്മലും ചുമയും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ. പരമാവധി ഇങ്ങനത്തെ ഈ ബെഡ്ഷീറ്റൊക്കെ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ആയിട്ട് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് പരമാവധി മാറാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ റൂമിൽ ഉപയോഗിക്കുന്ന ഫാനുകളൊക്കെ ആഴ്ചയിൽ ക്ലീൻ ചെയ്യണമെന്നാണ് ഡോക്ടേഴ്സ് പറയാറ്. പക്ഷേ നമുക്കിപ്പോൾ അതിൻ്റെ മുകളിൽ കയറി ആഴ്ചയിലൊന്നും തുടയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ പരമാവധി അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്തിടണമെന്നാണ് ഡോക്ടേഴ്സ് എല്ലാവരും പറയണം. അങ്ങനെ ഇങ്ങനത്തെ അസുഖങ്ങൾക്ക് കുറച്ച് കുറവ് വരുമെന്നാണ് എല്ലാവരും പറയണത്. അപ്പോൾ ബെഡ്ഷീറ്റ് ആഴ്ചയിൽ 2 പ്രാവശ്യമായിട്ട് മാറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ അടിച്ചു വരുന്നതിൻ്റെ ഒപ്പം ചെറിയ സ്പേസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഡെയിലി തുടച്ച് പോകുന്നത് ജസ്റ്റ് ഡെയിലി ഒന്നങ്ങ് തുടച്ച് പോവുക, അങ്ങനെയൊക്കെ ഇരുന്നാലേക്ക്. പിന്നെ കബോർഡുകളൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കുന്നത് നല്ലതായിരിക്കും. അതിൻ്റെ ബ്രഷ് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇപ്പം എൻ്റെ കയ്യിലില്ല, ഞാൻ മുന്നേ ഉപയോഗിച്ചിരുന്നത്, അത് ഒടിഞ്ഞു പോയി. അത് നല്ലതാണ് ഇങ്ങനെ തട്ടി കൊടുക്കാനായിട്ട്. അങ്ങനെ ക്ലീനിങ് ഒരു തലക്കെ കൂടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കമൻറ്റ് ബോക്സിൽ ഒത്തിരി പേര് ചോദിച്ചുകൊണ്ട് ഞാൻ പിന്നെ റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ട് അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു ദിവസം അങ്ങനെ ഇരുന്നപ്പോൾ അത് ചെയ്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. ഈ ഡ്രസ്സിങ് ടേബിളിലാണ് എപ്പോഴും പൊടി വരിക. കാരണം നമ്മൾ പൗഡറൊക്കെ ഇട്ട് വരുമ്പോൾ അതിൻ്റെ പൊടിയൊക്കെ തെറിച്ചിട്ടാന്ന് തോന്നുന്നത്, എപ്പോഴും അതിൽ പൊടിയായിരിക്കും. അപ്പം ഞാനിതുപോലെ തുണി വെച്ച് തുടച്ചെടുക്കാറാണ് പതിവ്. പിന്നെ അതിനകത്തിരിക്കുന്ന പൗഡറും അങ്ങനെ ക്രീമുകൾ, നെയിൽ പോളിഷുകളൊക്കെ ഞാൻ ഈ തുണി വെച്ച് ഇങ്ങനെ തുടച്ചെടുക്കും, അല്ലാതെ രക്ഷയില്ല. പിന്നെ മിറർ നമ്മളെപ്പോഴും പേപ്പർ വെച്ച് തുടയ്ക്കണതായിരിക്കും നല്ലത് കേട്ടോ.
മിററുകളൊക്കെ എപ്പോഴും നനഞ്ഞ തുണി വെച്ച് തുടച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് അതുമ്മേ ഉണ്ടാവും. അപ്പോൾ പേപ്പർ നല്ല ന്യൂസ് പേപ്പർ മടക്കി തുടയ്ക്കുകയാണെങ്കിൽ നല്ല ക്ലീനായിട്ടിരിക്കും. പിന്നെ കുറേ പേരായിട്ട് ഇന്നാൾ കമൻറ്റിൽ ചോദിച്ചു, ചേച്ചി ഈ ബെഡിൻ്റെ കവർ എന്ത് പറ്റി, പകുതി എലി കടിച്ചുകൊണ്ടിരിക്കണം. അത് ഇവിടുത്തെ 2 പുത്രിമാർ കീറിപ്പറിച്ച് കളഞ്ഞതാണ്, അല്ലാതെ വേറെ ഒന്നും പറ്റിയതല്ല. അവരിങ്ങനെ ഞാൻ ബെഡ്ഷീറ്റ് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഞാൻ പിന്നെ അപ്പം തന്നെ വിരിക്കാറില്ല, കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിരിക്കാറുള്ളൂ. അപ്പോൾ ഇവരിവിടെ വന്നിട്ട് അതിങ്ങനെ കീറി എടുക്കും. പിന്നെ ഞാൻ വേറെ പുതിയതൊന്നും മേടിക്കാൻ പോയില്ല, എന്തായാലും ആരും കാണാനൊന്നും പോണില്ലല്ലോ. അപ്പോൾ അത് കാരണത്താൽ അങ്ങനെ തന്നെ ഇട്ടെന്ന് മാത്രം. കമൻറ്റിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. പിന്നെ നമ്മളെപ്പോഴും ഞാൻ 2 ബെഡ്ഷീറ്റ് വെച്ച് വിരിക്കാറുണ്ട് കേട്ടോ. കാരണം ഇങ്ങനെ ഈ കവർ ഇട്ടത് കൊണ്ട് ഇങ്ങനെ ഒരെണ്ണം ഇട്ട് കഴിയുമ്പോൾ തെന്നിപ്പോവും. അതുകൊണ്ട് ഞാൻ ഒരു കട്ടിയുള്ള ബെഡ്ഷീറ്റ് മുകളിലും അതിൻ്റെ മുകളിൽ വേറെ ബെഡ്ഷീറ്റ് അങ്ങനെ വിരിക്കാറ്. ഈ ബെഡ്ഷീറ്റൊക്കെ മീഷോന്ന് വാങ്ങിച്ചത് കേട്ടോ. നല്ല സൂപ്പർ ബെഡ്ഷീറ്റാണ്. ഇതുവരെ യാതൊരുവിധ കംപ്ലയിൻറ്റ് വന്നിട്ടില്ല. എൻ്റെ ബെഡ്ഷീറ്റുകളൊക്കെ ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്, കടയിൽ നിന്ന് ഒന്നും വാങ്ങിച്ചിട്ടില്ല. എല്ലാം ഓൺലൈനായിട്ട് വാങ്ങിച്ചേക്കുന്നത് ബെഡ്ഷീറ്റുകളാണ്. സോഫയുടെ കവറ് എല്ലാവരും അങ്ങനെ വാങ്ങിച്ചേക്കണതാണ് കേട്ടോ. പിന്നെ നമ്മൾ ആഴ്ചയിൽ 2 ദിവസം കൂടുമ്പോൾ അതിൽ ഡെയിലിയോ റൂമിൻ്റെയും ഹാളിൻ്റെയൊക്കെ ഓരോ വിൻഡോ ഓരോ ദിവസം തുറന്നിടുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഒരു ഫ്രഷ് എയർ രാവിലെയൊക്കെ ഇത്തിരി നേരം തുറന്നിടുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ എല്ലാവരും പാമ്പ് അങ്ങനത്തെ കയറുമെന്ന് വെച്ചിട്ട് തുറക്കാറില്ല, പക്ഷെ അതും കൊള്ളില്ല എന്നാണ് പറയണത്. നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു തിക്നെസ് റൂമിലൊക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു പ്രോബ്ലമാണ്. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ രാവിലെ കുറച്ച് നേരം തുറന്നിട്ടിട്ട് പിന്നെ അടച്ചിട്ടോ, എപ്പോഴും ഫുൾ ടൈം തുറന്നിടുന്നതല്ല, എന്നാൽ രാവിലെ ഇത്തിരി ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി ഇതൊക്കെ ഒന്ന് തുറന്നിടുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാനങ്ങനെ റൂമിൽ ക്ലീനിങ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നേരെ ഹാളിലേക്ക് വന്നു കേട്ടോ. ഹാളിൽ നല്ല അത്യാവശ്യ രീതിയിൽ പൊടി ഉണ്ടായിരുന്നു. ആ TV യൂണിറ്റിൻ്റെ മുകളിലാണ് എപ്പോഴും പൊടി വരുന്നത്. അവിടെ കയറി തുടയ്ക്കാനായിട്ട് മടി കാരണം കൊണ്ട് വെറുതെ ഒടിച്ചൊടിച്ച് പോകാറുള്ളൂ. പക്ഷേ ഇന്നാണ് ഞാൻ അതിൻ്റെ മുകളിൽ രംഗം കണ്ടത്. നല്ല രീതിയിൽ പൊടിയുണ്ട്. ഇങ്ങനെ ഈ ഡോളും കാര്യങ്ങളും ഇങ്ങനെ വെക്കുമ്പോൾ ഇതുമേയൊക്കെ നല്ല രീതിയിൽ പൊടി ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അത് ഇനിയിപ്പോൾ മാറ്റാൻ പിന്നെ എന്താ ചെയ്യുന്നത്, പാവയൊക്കെ കഴുകിയെടുക്കേണ്ടി വരും. അതുമ്മേ നല്ല പൊടിയുണ്ട്. അപ്പം ഞാൻ ചൂല് വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തട്ടി എടുക്കാമെന്ന് വെച്ചാൽ സ്പീക്കറുമേയും കാര്യങ്ങളുമൊക്കെ നല്ല രീതിയിൽ പൊടിയുണ്ട്. അപ്പോൾ TV പ്രേമലു സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ പ്രേമലു വന്നാലും ഞാൻ വെച്ച് കാണാറുണ്ട്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ എനിക്കും ഇഷ്ടമാണ്. അപ്പോൾ പ്രേമലു ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ എൻ്റെ മിക്ക വീഡിയോയിലും കാണുമായിരിക്കും പ്രേമലു വരുമ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഏഷ്യാനെറ്റിൻ്റെ സ്ഥിരം സിനിമയാണല്ലോ പ്രേമലു. അപ്പോൾ അത് വെച്ചുകൊണ്ട് പ്രേമലു അങ്ങനെ ഓടിക്കൊണ്ടിരിക്കട്ടെ, ഞാൻ എൻ്റെ ക്ലീനിങ്ങൊക്കെ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു കണക്കിന് TV യൂണിറ്റ് ക്ലീൻ ചെയ്തു. പിന്നെ ഞാൻ രൂപക്കൂട്ടിൽ ഞാൻ 2 ദിവസം മുന്നേ തുടച്ചതാണ്, അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ കാര്യമായിട്ട് അതിൻ്റെ മുകളിലേക്ക് കയറിയില്ല. പിന്നെ ഹാളിലെ ഫാനിലും നല്ല പൊടി ഉണ്ടായിരുന്നു, അത് ഞാനൊരു കണക്കിന് തട്ടി എടുത്തിട്ടുണ്ട്. ഫാൻ ഇതും ഉപയോഗിക്കുന്ന ആ ഒരു സാധനം എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. പക്ഷെ അത് എൻ്റെ നിന്ന് ഒടിഞ്ഞു പോയി. അതെങ്ങനെ ഒടിഞ്ഞതെന്ന് എനിക്കൊരു പിടിയില്ല. ഇങ്ങനെ നീട്ടി ഇങ്ങനെ കൊണ്ടുപോകണ ഒരു സാധനമില്ലേ, അങ്ങനെ വളച്ച് വയ്ക്കണത്, അതെൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് എങ്ങനെയൊക്കെയോ എൻ്റെ കയ്യിൽ നിന്ന് ഒടിഞ്ഞു പോയി. എന്താണെന്നറിയില്ല, ഞാൻ ശക്തി വെച്ച് തുടച്ചിട്ടാണോ എങ്ങനെയാണെന്ന് എനിക്കില്ല. അത് തന്നെ ഫാൻ തുടക്കണമെങ്കിൽ ലാഡർ എടുത്തിട്ട് വരാം. ലാഡർ സൈഡിൽ വർക്ക് ഏരിയയിൽ കൊണ്ടു വെച്ചേക്കാം, ഇനിയിപ്പോൾ അത് എടുത്തിട്ട് വരാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ തുടച്ചെടുത്തിട്ടാണ്. മാസ്ക് നിർബന്ധമാണ് പിന്നെ ഞാൻ ഓർമ്മിപ്പിക്കണം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സോഫയുടെ വിരിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. ആ ജനലയും ആ കർട്ടനൊക്കെ ഞാൻ തുടച്ചെടുത്തായിരുന്നു. ഈ സോഫയുടെ വിരിയൊക്കെ ഞാൻ മീഷോന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ അത്ര വലിയ റേറ്റൊന്നും ആയില്ല. നല്ല കവറാണ്. ഇപ്പോൾ 1 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. കഴുകി 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ കഴുകിയെടുക്കണമെന്നാണ്, കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ആ കുഷ്യൻ്റെ കവറുകളൊക്കെ മീഷോന്ന് തന്നെ വാങ്ങിച്ചതാണ് കേട്ടോ. യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ടിപ്പ് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇൻഡോർ പ്ലാന്റ്സ് കുറേ റൂമിലും ഹാളിലൊക്കെ വയ്ക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഈ ഇൻഡോർ പ്ലാന്റ്സുമ്പോൾ നല്ല രീതിയിൽ ഡസ്റ്റ് വന്നിരിക്കുന്നുണ്ടാവും. നമ്മൾ ഇത് ക്ലീൻ ചെയ്യണപ്പം അതിൻ്റെ ലീവ്സും നനഞ്ഞ തുണി വെച്ച് തുടച്ചെടുക്കണം. എന്തായാലും വാടാത്ത രീതിയിലുള്ള ചെടികളൊക്കെ ആയിരിക്കുമല്ലോ അകത്ത് വയ്ക്കുന്നത്. ഈ മറ്റേ സ്നേക്ക് പ്ലാന്റ്, CC പ്ലാന്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. CC പ്ലാന്റൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആഴ്ചയിൽ തുടച്ചിട്ട് അതിനകത്ത് വെളിച്ചെണ്ണ തേച്ച് മിനുസപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അങ്ങനെ ഉണ്ടായിരുന്നു, അത് ഉണങ്ങിപ്പോയതാണ്. ഈ സ്നേക്ക് പ്ലാന്റ് പിന്നെ നമ്മൾ കുറേ നാളത്തേക്ക് വെള്ളം ഒഴിച്ചില്ലെങ്കിലും അങ്ങനെ തന്നെ ഇരിക്കുന്ന പ്ലാന്റ് ആണല്ലോ. അതൊന്ന് ഇതുപോലെ അതിൻ്റെ ലീവ്സൊക്കെ ഒന്ന് നല്ല തുണി വെച്ച് തുടച്ച് അതിൻ്റെ ഡസ്റ്റുകൾ അതിനൊക്കെ നിറച്ചും പൊടി വന്ന് പറ്റി പിടിച്ചിരിക്കും. അതുപോലെ തന്നെ ഈ പ്ലാസ്റ്റിക് പ്ലാന്റുകൾ മേടിക്കാൻ കഴിയില്ല, നമ്മൾ മീഷോന്നൊക്കെ, ഞാൻ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടില്ല. അതും ഇടയ്ക്ക് ഇതുപോലെ തുടച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തുടച്ചിരിക്കുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ ജനലിനെ വന്ന് അതും തുടച്ചെടുത്തു. പിന്നെ നമ്മുടെ കഥകളി ചേട്ടനെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതുമ്പോൾ വലിയ കാര്യമായിട്ട് പൊടിയൊന്നും ഇല്ല, എന്നാലും ഞാൻ കഥകളി ചേട്ടനെ തുടച്ചെടുത്തു. ആരും കണ്ട് കമൻറ്റിൽ ചോദിച്ചു, ചേച്ചി കഥകളീനെ എവിടെ നിന്ന് മേടിച്ചതെന്ന്. ഞാൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഓൺലൈനിൽ കിട്ടും, പക്ഷെ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ക്ലോക്കിനെ ഞാൻ ചെറുതായിട്ട് തുടച്ചിട്ടുള്ളൂ, കാരണം അത് നല്ല രീതിയിൽ തുടയ്ക്കാനായിട്ട് ടൈമില്ല.
അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇൻവെർട്ടറിൻ്റെ അവിടേക്ക് തുടയ്ക്കാനായിട്ട് എത്തിയിട്ടാ. ഇൻവെർട്ടർ തുടയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, അതിന് കറണ്ടൊക്കെ ഉണ്ട്, നമ്മൾ പെട്ടെന്ന് തന്നെ ഓടിച്ചൊന്നും തുടയ്ക്കരുത്. ഞാൻ പിന്നെ തുടച്ച് അതങ്ങനെ എക്സ്പേർട്ട് ആയതുകൊണ്ട് ജസ്റ്റ് അതിൻ്റെ മുകളിൽ തുടച്ച് പോയെന്ന് മാത്രം. നിങ്ങൾ ആദ്യമായിട്ടൊന്നും അത് നമുക്ക് തുടയ്ക്കരുത്, അത് നമുക്ക് കറണ്ട് ഉള്ളതാണ്, സൂക്ഷിച്ച് തുടയ്ക്കണം. പിന്നെ അവിടെ ഇരുന്ന പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പണികളൊക്കെ അന്തിമഘട്ടത്തിൽ ആവാറായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പൊടി തട്ടിയിടുന്നത് ഞാൻ ചൂലുകൊണ്ട് അടിച്ചു വാരി ഇങ്ങനെ എടുക്കണുണ്ട്. അതുപോലെ ഇന്ന് തൂക്കിയിട്ടാണ് സ്ട്രിങ് കർട്ടനുകളും നല്ല പൊടി വരാൻ ചാൻസ് ഉണ്ട്. അതും ഇടയ്ക്ക് ഊരി കഴുകണതും വാക്വം ചെയ്യണതൊക്കെ നല്ലതായിരിക്കും. പിന്നെ ഇപ്പോൾ ഈ ഇടയായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് യൂട്യൂബിൽ നമ്മുടെ കല്യാണി ചേച്ചിയുടെ കാര്യം. പേഴ്സണലി കല്യാണി ചേച്ചി എൻ്റെ ഫേവറേറ്റ് വ്ളോഗർ എന്ന് വേണമെങ്കിൽ പറയും. എനിക്ക് ഒത്തിരി ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഇഷ്ടമുള്ള വ്ളോഗറായിരുന്നു. പക്ഷേ ഇങ്ങനെ ഓരോന്ന് കാണിക്കുന്നുണ്ടപ്പോൾ കല്യാണി ചേച്ചിയോടുള്ള ഇഷ്ടം കുറയണ പോലെ എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഇത് പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലിൽ വല്ല സ്ട്രൈക്ക് തരാമോ? ഞാനൊരു കൊച്ചു യൂട്യൂബറാണ്, തുടങ്ങി വരുന്നേ ഉള്ളൂ. എനിക്കതുകൊണ്ട് പേടിയാണ് പറയാനായിട്ട്. എന്താ ചെയ്യുക, ഓരോരുത്തരുടെ മനോഭാവങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ. അവരുടെ സബ്സ്ക്രൈബേഴ്സിന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടു എന്നൊന്നും വലിയ പറയുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു. പക്ഷേ ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ എന്താന്ന്. ചേച്ചിക്ക് മാത്രം അറിയാം. അങ്ങനെ പിന്നെ തുടയ്ക്കലും അടിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. ടീപ്പോയും കാര്യങ്ങളും ദിവാൻ ബെഡുമ്പോൾ ഞാൻ പുതിയ ഷീറ്റ് കൊണ്ടുവന്നിട്ടു. അങ്ങനെ ഏകദേശം ക്ലീനിങ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അറേഞ്ച് ചെയ്ത് വെക്കലാണ്. ഡൈനിങ് ടേബിളുമ്മേ മാറ്റ് വിരിക്കണം. ഈ മാറ്റൊക്കെ ഞാൻ മീഷോന്ന് വാങ്ങി, എൻ്റെ ഉള്ള സാധനങ്ങളൊക്കെ മീഷോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നിങ്ങളും ഇതൊക്കെ തപ്പിക്കഴിഞ്ഞാൽ മീഷോയിൽ കിട്ടും. അതായത് ചീപ്പ് റേറ്റ് ആവുള്ളൂ ഇതിനൊക്കെ. അങ്ങനെ എല്ലാം ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തു. അങ്ങനെ ബാക്കിയുള്ള സ്ഥലങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കണത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോഴേക്കും സന്ധ്യ 5 മണി 6 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം പോയി കുളിച്ചിട്ട് വേണം രൂപത്തിനോട് ലൈറ്റ് ഇടാനും തിരി കത്തിക്കാനൊക്കെ. അങ്ങനെ എൻ്റെ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിരുന്നു അത് കേട്ടോ. കുറേ കൂട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതാണ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ക്ലീനിങ് ചെയ്യണത്. നിങ്ങൾ ഏത് രീതിയിലാണോ ക്ലീനിങ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ക്ലീനിങ് എന്തായാലും ഇങ്ങനെയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ.